ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ ഏഷ്യ കപ്പ് കിരീടം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. കലാശ പോരാട്ടത്തിൽ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ഈ കോമ്പറ്റീഷനിൽ മികച്ച പ്രകടനമാണ് മലയാളി താരമായ സഞ്ജു സാംസൺ പുറത്തെടുത്തിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 132 റൺസാണ് കോമ്പറ്റീഷനിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക ഇന്നിങ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇതിന് പിന്നാലെ T20 റാങ്കിങ്ങിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് 8 സ്ഥാനങ്ങൾ കയറി വരാൻ ഇപ്പോൾ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ സഞ്ജു സാംസൺ ഉള്ളത് 31 സ്ഥാനത്താണ്. 8 സ്ഥാനങ്ങൾ അദ്ദേഹം കയറി വന്നിട്ടുണ്ട്. 568 അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് വരുന്നത്. 32 സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ ഓപ്പണറായ ശുഭ്മാൻ ഗില്ലാണ്. അദ്ദേഹത്തെ മറികടക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. 564 പോയിന്റാണ് ശുഭ്മാൻ ഗില്ലിന് ഇപ്പോൾ ഉള്ളത്. ഇനി ആദ്യ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ആധിപത്യം നമുക്കിവിടെ കാണാൻ കഴിയും. അഭിഷേക് ശർമ്മയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച T20 ബാറ്റർ. 926 പോയിന്റാണ് അദ്ദേഹത്തിനുള്ളത്. 1-ാം സ്ഥാനത്താണ് അദ്ദേഹം വരുന്നത്. 2-ാം സ്ഥാനത്ത് ഫിൽസാൾട്ട് വരുന്നു. 844 പോയിന്റുകളാണ് ഇംഗ്ലീഷ് സൂപ്പർ താരത്തിന് ഉള്ളത്. തിലക് വർമ്മയാണ് 3-ാം സ്ഥാനത്ത്. 819 പോയിന്റുകൾ അദ്ദേഹത്തിനുണ്ട്. 4-ാം സ്ഥാനത്ത് ജോസ് ബട്ട്ലർ വരുന്നു. 785 പോയിന്റുകളാണ് അദ്ദേഹത്തിനുള്ളത്. 5-ാം സ്ഥാനത്ത് ശ്രീലങ്കൻ സൂപ്പർ താരമായ പതും നിസാങ്ക വരുന്നു. 2 സ്ഥാനം മുന്നോട്ട് കയറിക്കൊണ്ടാണ് അദ്ദേഹം 5-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. 779 പോയിന്റുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഏതായാലും സ്ഥിരമായ ഒരു പൊസിഷൻ ഇല്ലാതെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. 8 സ്ഥാനങ്ങൾ കയറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു നേട്ടം തന്നെയാണ്. ഓപ്പണർ ആയിക്കൊണ്ട് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികവ് പുലർത്താൻ ഈ താരത്തിന് സാധിക്കുമായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.